ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുന്നു. കട്ടിളപ്പാളി കേസിലെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. വിജിലൻസ് കോടതി ഇന്ന് തന്നെ വിധി പറയാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് ഇന്നത്തേക്ക് വാദം കേൾക്കാനായി മാറ്റിയത്. 90 ദിവസത്തെ ഉള്ളിൽ കുറ്റപത്രം നൽകാൻ കഴിയാത്തതുകൊണ്ട് സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യത്തിനുള്ള അർഹതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതു വിധത്തിലാണ് ഈ വാദങ്ങൾ മുന്നോട്ട് പോയത്, വിധി പറയുക ഇന്ന് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി പുറത്തിറങ്ങിയാൽ ഈ ശബരിമല സ്വർണ്ണക്കേസിലെ ഒന്നാം പ്രതിയായി, അല്ലെങ്കിൽ ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ കവർച്ച മുഴുവൻ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന സംഘത്തിൻ്റെ മുഴുവൻ നേതൃത്വം നൽകിയ ആൾ കൂടി പുറത്തേക്ക് വരുന്നതോടുകൂടി അന്വേഷണം ഏത് ദിശയിലേക്കാണ് പോകുന്നത്, അന്വേഷണത്തിൻ്റെ ഒരു ഫലം എന്താണ് എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളും ആശങ്കകളും ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഇടത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. വാദം പൂർത്തിയായി എന്നതാണ് മനസ്സിലാക്കുന്നത്. 90 ദിവസത്തെ സമയം പൂർത്തീകരിച്ചു. അതിനുള്ളിൽ കുറ്റപത്രം നൽകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. അതിൽ 2 ദിവസം വാദം നടന്നു. വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ വിവരമാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. ഇന്ന് തന്നെ വിധി ഉണ്ടാകുമോ, ജാമ്യം അനുവദിക്കപ്പെടുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അസാധാരണമായ നിലയിൽ ജാമ്യം നിരസിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല. കോടതിയിൽ നിന്ന് ആ തീരുമാനം വരാൻ കാത്തിരിക്കേ നിർവാഹമുള്ളൂ. വാദം പൂർത്തിയായിട്ടുണ്ട്, വിധി പറയാൻ മാറ്റുന്നു എന്നതാണ്. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് 12 പേരാണ്. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായത് KP ശങ്കർദാസ് ആണ്. ഈ 12 പേരിൽ 3 പേർ ഇതിനോടകം ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞു. ആദ്യത്തേത് മുരാരി ബാബു ആയിരുന്നു, പിന്നീട് ശ്രീകുമാർ, കഴിഞ്ഞ ദിവസം സുധീഷ് കുമാർ. അങ്ങനെ 3 പേർ ഈ ശബരിമല സ്വർണ്ണ കേസിൽ അറസ്റ്റിലായവരിൽ അല്ലെങ്കിൽ റിമാൻഡിലായവരിൽ 3 പേർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. രാഹുൽ ജിനാഥ് ഉണ്ട്. രാഹുൽ, ഇന്ന് തന്നെ വിധി പറയുമെന്നതാണോ, എന്താണ്? ശരി, രാഹുലിലേക്ക് വരാം. അനന്തദർശൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നുകൂടി ചേരുന്നു. അനന്തൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി പുറത്തിറങ്ങിയാൽ എന്താണ് ഈ കേസിൻ്റെ ഭാവി എന്ന് തന്നെ ഒരു ആശങ്ക ഉണ്ടാകുന്ന കാര്യമാണ്. ഇതിപ്പോൾ വിധി പറയാൻ മാറ്റിയെന്നാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ സ്വാഭാവിക ജാമ്യം നിരസിക്കാൻ തക്ക വിധമുള്ള കാരണങ്ങളുണ്ടോ? ഒരു നടപടിക്രമത്തിലൊരു ഒരു ഒരു ഗൗരവ സ്വഭാവമുണ്ട്. കാരണം ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടാമത്തെ കേസിലും കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ കൊല്ലം വിജിലൻസ് കോടതി തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ പ്രോസിക്യൂഷന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതായാലും ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാക്കിയിട്ടുണ്ട്. കാരണം 14 ദിവസം റിമാൻഡാണ്. ഇതുവരെ ഓരോ പ്രാവശ്യവും 14 ദിവസം റിമാൻഡ് പുതുക്കിക്കൊണ്ടാണ് ഇരുന്നത്. അതിൽ ഇന്ന് ആ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയത്. ഒരുപക്ഷെ ഇന്ന് സ്വാഭാവിക ജാമ്യം ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി നൽകിയിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഒരുങ്ങുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ബെയിൽ ഹർജിയിൽ വാദം കേട്ട ശേഷം ഉത്തരവ് പറയാൻ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉത്തരവ് പറയുന്നത് വരെ വീണ്ടും പോറ്റിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. റിമാൻഡ് കാലാവധി പൂർത്തിയായി വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതിനിടയിൽ ഇനിയിപ്പോൾ ബെയിൽ ഓർഡർ വരുമ്പോൾ അത് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാം. അതല്ല, ജാമ്യം നിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് ഒരു ഗൗരവതരമായ കാര്യമാണ്. കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ ഏതൊരു പ്രതിക്കും അതൊരു കൊലപാതക കേസിലെ പ്രതിയാണെങ്കിൽ കൂടി സ്വാഭാവികമായ ജാമ്യം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജാമ്യ ഹർജി കോടതിയുടെ മുന്നിൽ വന്നാൽ കുറ്റപത്രം ആ ദിവസവും സമർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും കോടതിക്ക് ഒരു ആർഗ്യുമെൻ്റ് കേൾക്കാതെ തന്നെ ജാമ്യം നൽകാവുന്നതാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഗൗരവമായ എന്തോ ഒരു നീക്കം പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, കോടതിക്ക് ആ കാര്യങ്ങൾ SIT പ്രോസിക്യൂഷൻ മുഖാന്തരം അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കേണ്ടിയും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം ഇന്ന് അനുവദിക്കപ്പെട്ടിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നം അല്ലെങ്കിൽ വലിയ ആശങ്ക പൊതുസമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2 കേസിലെയും 1-ാം പ്രതിയാണ്. മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള മുഴുവൻ ഏകോപനവും നിർവഹിച്ച വ്യക്തി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ അങ്ങനെ ഒരാളെ
സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്വേഷണം തന്നെ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഇതിനു മുൻപ് ദേവസ്വം ഉദ്യോഗസ്ഥരായ മറ്റ് 3 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചു. അവരുടെ ജാമ്യ ഹർജികളിൽ പ്രത്യേകിച്ച് വാദമൊന്നും കോടതി കേട്ടില്ല. മാത്രമല്ല ആ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിന് പ്രോസിക്യൂഷൻ ഒരു തടസ്സവും ഉന്നയിച്ചതുമില്ല. അപ്പോൾ അവരെല്ലാം സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തു വന്നു. അതിലേറ്റവും പ്രധാനി മുരാരി ബാബുവാണ്. മുരാരി ബാബു ഇപ്പോൾ ഇഡിയുടെ മുന്നിലേക്ക് ചോദ്യ മുനയിൽ നിൽക്കുകയാണ്. മറ്റ് 2 പേർ ശ്രീകുമാറും മറ്റൊരു ഉദ്യോഗസ്ഥനും പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ആനുകൂല്യം ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ആർഗ്യുമെന്റ്, കോടതിയിൽ നടന്ന ആർഗ്യുമെന്റ് ഏറ്റവും പ്രധാനമാണ്. പ്രോസിക്യൂഷൻ എന്താണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. കാരണം അനന്തൻ അങ്ങനെയെങ്കിലും കർശന ഉപാധികളോടെ ജാമ്യം എന്ന നിലയിലേക്കല്ലേ പോകാൻ സാധിക്കും? അങ്ങനെ നിരസിക്കപ്പെടാൻ ഇടയുണ്ടോ? തീർച്ചയായിട്ടും അത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ അടുത്ത ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ജാമ്യ ഹർജിയിൽ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാൻ, ഏതെങ്കിലും ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു നീക്കം ഒരു പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുള്ള അനുമതി പ്രോസിക്യൂഷൻ തേടിയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ, അതല്ലെങ്കിൽ ഈ ചാർജ് ഷീറ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതി കോടതിക്ക് പുറത്തേക്ക്, അല്ലെങ്കിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ കേസിന് സംഭവിക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതം കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കാം. എന്തായാലും കോടതി ഗൗരവത്തോടെ ഈ സ്വാഭാവിക ജാമ്യം എന്നുള്ള കാര്യം കോടതി ഇന്ന് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ്. ആ ജാമ്യ ഹർജിയിൽ വാദം കേട്ട് വിധി പറയാൻ മറ്റൊരു ദിവസം കോടതി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ കോടതി അങ്ങനെ ഗൗരവമായ ഒരു പരിഗണന പ്രോസിക്യൂഷൻ അനുകൂലമായി നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, ഞാൻ രാഹുലിലേക്ക് പെട്ടെന്ന് പോകാം. രാഹുൽ, ഇന്ന് തന്നെ എന്നതാണോ അടുത്ത ദിവസത്തേക്ക് എന്നാണോ, എന്താ സൂചന? ഇന്ന് വൈകിട്ടോടെ തന്നെ ആ ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വാദം പൂർത്തിയായിട്ടുണ്ട്. വിധി ഇന്ന് തന്നെ ഉണ്ടാകും. ഉത്തരവിൽ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വാദം നടക്കുന്ന ഘട്ടത്തിലൊക്കെ പ്രോസിക്യൂഷൻ ആകെ പറയുന്നത് മുഖ്യപ്രതിയാണ്. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ പ്രതി പുറത്തെത്തി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മുഖ്യപ്രതിയെ പുറത്തുവിട്ടാൽ അത് ഈ അന്വേഷണത്തിൻ്റെ പോലും ഭാവിയെ ബാധിക്കുമെന്ന തരത്തിലുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോഴും നേരത്തെ അനന്തകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കുറ്റപത്രം നൽകിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഷയം മുന്നിൽ നിൽക്കുമ്പോൾ പിന്നീട് സ്വാഭാവികമായ ജാമ്യത്തിലേക്ക് പോവുക എന്നത് പ്രതിയെ സംബന്ധിച്ച് സ്വാഭാവിക നീതിയാണ്. അത് അനുവദിച്ചേ മതിയാകൂ എന്നാണ് പ്രതിഭാഗവും പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയം, കുറ്റപത്രം നൽകാത്തൊരു വിഷയം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മുൻപ് നമ്മൾ കണ്ടതുപോലെ ഒരു സ്വാഭാവിക ജാമ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത. ശരി, എന്തായാലും ഇന്ന് തന്നെ തീരുമാനമുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ജി നാഥ്മാർ അനന്തകൃഷ്ണമാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യക്കാര്യത്തിൽ കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിശദമായി ഇതിൽ വാദം കേൾക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് വാദം പൂർത്തിയായപ്പോൾ വിധി പറയാൻ ഇന്ന് തന്നെ, പക്ഷേ ആ വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സ്വാഭാവിക രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിക്കേണ്ട സാഹചര്യമാണ്. ഇനി കോടതി എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു.